ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ 60 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം പോലും പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. കാരണം പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. അതിനുശേഷം ഈ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെറിയ സെൻറ്റൻസുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സ്ട്രക്ചർ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2 വ്യത്യസ്ത സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുക എന്താ പറയുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചു ഓൾറെഡി, ആ തുടങ്ങി വെച്ച കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആവും. ഞാൻ പറയാണ്, ഞാൻ നിങ്ങൾ 2 മണിക്കൂറായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. എന്താണ് 2 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പറയാണ്, അവൻ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ രാവിലെ മുതൽ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ 1 മണിക്കൂറായിട്ട് മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ രാവിലെ മുതൽ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര സമയമായിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് പേരാണ്. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള സ്ട്രക്ചറാണ് ഇങ്ങനെ, നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ്. എന്താണ് ഹാവ്, ഹാസ്, ഇതിൻ്റെ കൂടെ ബീൻ ചേർത്തിട്ട് ING ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം, അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഫോം. അതാണ് ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. അതിന് മുന്നേ ഇവിടെ നോക്കാം. ഇവിടെ ഹാവ് ബീൻ, നമ്മൾ എവിടെയാണ് ഹാവ് ബീൻ ഉപയോഗിക്കുക? ഹാവ് ബീൻ പറയേണ്ടത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. I have been, you have been, we have been, they have been. ഇനി ഹാസ് ബീനോ, ഹാസ് ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? സിംഗുലറിൻ്റെ കൂടെയാണ്. ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, അതുപോലെ ഇറ്റ് ഹാസ് ബീൻ. ക്ലിയർ? ഇനി ഹാവ് ബീൻ എന്ന് പറയുന്ന ഇതിൻ്റെ നെഗറ്റീവ് ആണെന്ത്? ഹാവൻറ്റ് ബീൻ. ഹാവൻറ്റ്, നോട്ടില്ലേ, നോട്ട്. ഹാവിന് ശേഷം നോട്ട് ചേർക്കാം. അതിൻ്റെ ഷോർട്ടാണെന്ത്? ഹാവൻറ്റ്. ഐ ഹാവൻറ്റ് ബീൻ, അതാണ് ഹാവൻറ്റ് ബീൻ എന്നാണ്. അതുപോലെ ഹാസ് ബീൻ്റെ നെഗറ്റീവ് ആണെന്ത്? ഹാസൻറ്റ് ബീൻ. ഹാസൻറ്റ്, എന്താണ്? ഹാസൻറ്റ് ബീൻ. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സെക്ഷൻസ് ഉണ്ട്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ നെഗറ്റീവ് വളരെ കുറവായിട്ടാണ് പറയാറുണ്ട്, പക്ഷെ വളരെ കുറവാണ്. പറയാം, നോ പ്രോബ്ലം, പക്ഷെ കുറവാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കറിയാം ING ഫോമാണ് പറയേണ്ടത്, അത് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ സിൻസ് ഫോർ യൂസ് ചെയ്യാറുണ്ട്. ഇത്ര സമയം മുതൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ, ഈ ഒരു ഫോർമുലയിൽ സിൻസ് ഫോർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി എപ്പോഴാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫോർ യൂസ് ചെയ്യുന്നത് നോക്കാം. സിൻസ് നമ്മൾ 2 കാര്യങ്ങളാകുമ്പോഴാണ് യൂസ് പറയുക. ഒന്നാമതാണ് ക്ലോക്ക് ടൈം. ക്ലോക്കിൽ നോക്കിയിട്ട് നമുക്ക് സമയം കൃത്യമായിട്ട് അറിയാൻ കഴിയുമെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാണ്, സിൻസ് 2 o'clock 2 മണി മുതൽ, സിൻസ് 3 o'clock 3 മണി മുതൽ, സിൻസ് 3:30 3:30 മുതൽ. എന്താണ്? 3:30 മുതൽ. അങ്ങനെ ക്ലോക്കിൽ നോക്കി നമുക്ക് കൃത്യമായിട്ട് സമയം അറിയാൻ കഴിയുമെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കുക. ഒന്നാമത് സിൻസിൻ്റെ ഉപയോഗമാണ്. രണ്ടാമത് സിൻസിൻ്റെ ഉപയോഗമാണ് എന്നറിയോ, പേരുകളുടെ മുന്നിൽ, നെയിംസുകളുടെ മുന്നിൽ. എങ്ങനെ? ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം മോർണിംഗ് ആയിക്കോട്ടെ, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പേരുകളാണ്. പാർട്ട് ഓഫ് ദ ഡേ എന്ന് പറയാം. എന്താ പറയുക? പാർട്ട് ഓഫ് ദ ഡേ, ഡേയുടെ പാർട്ടുകളാണ്, അല്ലേ? അതുപോലെ നമ്മൾ പറയാണ് മൺഡേ എന്താണ്? പേരാണ്, അല്ലേ? നെയിം ഓഫ് ദ ഡേ, ഒരു ഡേയുടെ നെയിം അല്ലേ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇതൊക്കെ എന്താണ്? ഇതിന് മുന്നേക്ക് നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കാറ്, പേരുകളാണ്, നെയിം. അടുത്താണ് മൈ ബർത്ത്ഡേ, ഇതും പേരാണ്, ഒരു ഡേയുടെ പേരാണ്, അല്ലേ? മൈ ബർത്ത്ഡേ ആണല്ലോ, പേരേ വന്നു. അതുപോലെ യെസ്റ്റർഡേ, ഇതും എന്താണ്? നെയിമാണ്, യെസ്റ്റർഡേ. ഓക്കെ, അതുപോലെ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ,
ക്ലിയർ? അതുപോലെ ജനുവരി എന്താണ്? നെയിമാണ്, നെയിം ഓഫ് മന്ത്. നെയിം ഓഫ് മന്ത് സിൻസ് ഉപയോഗിക്കണം. സിൻസ് ജനുവരി, സിൻസ് ഫെബ്രുവരി. അതുപോലെ സിൻസ് 2005 ഇതെന്താണ്? ഇത് നെയിം ഓഫ് ഇയർ ആണ്. നെയിം ഓഫ് ഇയർ വർഷത്തിന്റെ പേരാണിത്. വർഷത്തിന്റെ പേര് ഞാൻ പറയുന്നത് 2 years, 2 വർഷം. 2 years ഇതെന്നുള്ള പേരല്ല. ബട്ട് ഞാൻ പറയാണ് 2010 അല്ലെങ്കിൽ 2015, 2020 ഇതൊക്കെ എന്താണ്? നെയിം ഓഫ് ദ ഇയർ അല്ലേ? വർഷങ്ങളുടെ പേരുകളാണ്. അപ്പൊ പേരുകളുടെ മുന്നേ സിൻസ് ഉപയോഗിക്കണം. സിൻസ് മൈ ചൈൽഡ്ഹുഡ്, സിൻസ് മൈ ചൈൽഡ്ഹുഡ്. നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് പറയാം. എന്താ പറയുക? പോയിന്റ് ഓഫ് ടൈം. പക്ഷെ നമ്മൾ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. പോയിന്റ് ഓഫ് ടൈം, പീരീഡ് ഓഫ് ടൈം. ഇതിന് സാധാരണ നമ്മൾ ഇങ്ങനെ പറയാം, സിൻസ് ഉപയോഗിക്കുന്നു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫോർ ഉപയോഗിക്കുന്നു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, പേരുകളുടെ മുന്നേ സിൻസ്. ക്ലിയർ? അതുപോലെ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ എന്താണെന്ന് അറിയോ? ഇവിടെ ലാസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് മുന്നേ ദാ ചേർക്കുന്നില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവിടെ സിൻസ് ഉപയോഗിക്കണം. ഇങ്ങനെ സിൻസ് ലാസ്റ്റ് വീക്ക്, അതുപോലെ സിൻസ് ലാസ്റ്റ് മന്ത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് മുന്നേ ദാ ഉണ്ടെങ്കിലോ? കണ്ടോ, അവിടെ കണ്ടോ? ലാസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് മുന്നേ ദാ ഉണ്ട്. ദാ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നിങ്ങൾ സിൻസ് ഉപയോഗിക്കരുത്, അവിടെ ഫോർ ഉപയോഗിക്കണം. ഫോർ ദ ലാസ്റ്റ് വീക്ക്, ഫോർ ദ ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മാത്രമാണെങ്കിലോ സിൻസ് ഉപയോഗിക്കുക. ലാസ്റ്റിന്റെ കൂടെ മുന്നേ ദാ ഉണ്ടെങ്കിലോ ഫോർ ഉപയോഗിക്കാം. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ഫോർ ഉപയോഗിക്കും ഇങ്ങനെ പീരീഡ് ഓഫ് ടൈം, കൃത്യസമയമല്ല എന്നുണ്ടെങ്കിൽ, പേരുകളല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഫോർ 2 hours. 2 o'clock ആണെങ്കിലോ സിൻസ് ഉപയോഗിക്കും അല്ലേ? 2 hours ആണെങ്കിലോ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. അതുപോലെ ഫോർ 3 days, ഡേറ്റ്സുകളുടെ പേരാണെങ്കിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും. പക്ഷേ പേരല്ല എന്നുണ്ടെങ്കിലോ ഫോർ ഉപയോഗിക്കും. ഫോർ 3 days. അതുപോലെ ഫോർ 2 months. അതുപോലെ ഫോർ എ വീക്ക്. അതുപോലെ ഫോർ 4 years, 4 വർഷമായിട്ട് എന്ന് പറയും. അതുപോലെ ഫോർ 30 minutes, 30 മിനിറ്റ് ആയിട്ട് എന്നൊക്കെ പറയും. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമതാണ് ഞാൻ പറയാണ്, എനിക്ക് പറയണം എന്ത്? ഞാൻ ഈ കമ്പനിയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഈ കമ്പനിയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി ഫോർ 10 years. എന്താ പറയാ? ഫോർ 10 years. ക്ലിയർ? ഇനി ഞാൻ പറയാണ്, ഞാൻ ഈ കമ്പനിയിൽ 2005 മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി സിൻസ്, അവിടെ സിൻസ് വരാം, സിൻസ് 2005, 2005 മുതലായി. ക്ലിയർ? അതുപോലെ ഇനി എനിക്ക് ഇങ്ങോട്ട് പറയണം, ഞാൻ നിങ്ങളെ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് കേട്ടോ, കാത്തിരിക്കുകയാണ്. പറയാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം, അവരെ കാത്തിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹെർ, ഞാൻ അവളെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ക്ലിയർ? ഇനി ഞാൻ പറയാണ് സിംഗുലർ. അവൾ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 മണിക്കൂറായിട്ട് അവൾ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷീ അല്ലേ? ഷീ ഹാസ് ബീൻ, നോട്ട് ഹാസ് ബീൻ. ഓക്കെ, ഷീ ഹാസ് ബീൻ ടോക്കിംഗ് ടു സംവൺ ഓൺ ദ ഫോൺ ഫോർ 2 hours. എന്താ പറഞ്ഞത്? ഷീ ഹാസ് ബീൻ ടോക്കിംഗ് ടു സംവൺ ഓൺ ദ ഫോൺ ഫോർ 2 hours. ഇനി നമ്മളിങ്ങനെ പറയണം, ഇങ്ങനെ ഇത്ര പറയേണ്ടതുള്ളൂ. ഇത് അവൾ 2 മണിക്കൂറായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയും ഷീ ഹാസ് ബീൻ ടോക്കിംഗ് ഓൺ ദ ഫോൺ. അത്രേ ഉള്ളൂ, എടുത്ത് വേണ്ട. ഷീ ഹാസ് ബീൻ ടോക്കിംഗ് ഓൺ ദ ഫോൺ ഫോർ 2 hours. ക്ലിയർ? അതുപോലെ നമുക്ക് എത്രയും സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയാണ്, ഇവിടെ രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർ സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഇറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, എന്താണ് ഇറ്റ്? അപ്പോൾ അതായി ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. എന്താണ്? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. നമുക്ക് ഹിയർ പറയാം ഇങ്ങനെ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓവർ ഹിയർ. ഉണ്ടോ? എന്താണ്? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓവർ ഹിയർ സിൻസ് മോർണിംഗ്. ഇവിടെ രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നായി.
ക്ലിയർ? ഇനി ഞാൻ പറയാണ്, ഞാൻ അല്ലെങ്കിൽ അവളായിക്കോട്ടെ, ഓക്കെ, സിംഗുലർ ആയിക്കോട്ടെ. അവൾ 1 മണിക്കൂറായിട്ട് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ 1 മണിക്കൂറായിട്ട് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയാം, ഷീ ഹാസ് ബീൻ വാച്ചിങ് എ മൂവി. ഷീ ഹാസ് ബീൻ വാച്ചിങ് എ മൂവി ഫോർ ആൻ അവർ. ഓക്കെ, 1 മണിക്കൂറായിട്ട്, ഫോർ ആൻ അവർ. ഇനി അതുപോലെ നെഗറ്റീവ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും ചെയ്യാവുന്നതാണ്. ഞാൻ പറയാണ്, അവൻ രാവിലെ മുതൽ ഒന്നും ചെയ്യുന്നില്ല. അവൻ രാവിലെ മുതൽ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാണ്. പറയാം, അപ്പോൾ നമുക്ക് പറയാം, അവൻ ഹീ ഹാസൻറ്റ് ബീൻ, എന്താ പറയുക, ഹീ ഹാസൻറ്റ് ബീൻ ഡൂയിങ് എനിത്തിങ്. ഹീ ഹാസൻറ്റ് ബീൻ ഡൂയിങ് എനിത്തിങ് സിൻസ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എവിടെയാണ്? പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ. ഇനി നമുക്ക് എത്രയും സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറയാണ്, ഓക്കെ, ഇത് പറയാം, അവൻ വെയിലത്ത് 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പോൾ പറയാം, അവൻ ഹീ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ സൺലൈറ്റ് ഫോർ 2 hours. എന്താ പറഞ്ഞത്? ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ സൺലൈറ്റ് ഫോർ 2 hours. ക്ലിയർ? അതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് കുട്ടികൾ, അല്ലേ, കുട്ടികളൊക്കെ എങ്ങനെയാണ്, മണിക്കൂറുകളോളം മൊബൈൽ കളിക്കാറുണ്ട്. അപ്പോൾ എന്ന് പറയാം, അവൻ രാവിലെ മുതൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാം, അപ്പോൾ ഹീ ഹാസ് ബീൻ പ്ലേയിങ് ഓൺ ദ മൊബൈൽ. ആണോ? ഹി ഹാസ് ബീൻ പ്ലേയിങ് ഓൺ ദ മൊബൈൽ സിൻസ് മോർണിംഗ് എന്ന് പറയാം. ഇനി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാണ്. നിങ്ങളിങ്ങനെ വീട്ടിൽ പാത്രം കഴുകാതിരിക്കുക. ഓക്കെ, പാത്രം കഴുകുകയാണ്. അപ്പോൾ പാത്രം കഴുകുമ്പോൾ നിങ്ങൾ പറയാം, ഞാൻ 30 മിനിറ്റായിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം, അപ്പോൾ നിങ്ങൾ പറയണം, യെസ്, ഐ ഹാവ് ബീൻ വാഷിംഗ് ദ യൂട്ടൻസിൽ എന്ന് പറയാം. പാത്രങ്ങൾക്ക് എന്ന് പറയാം ദ യൂട്ടൻസിൽസ് എന്ന് പറയും. ഓക്കെ, ഒരുപാടുണ്ടെങ്കിൽ യൂട്ടൻസിൽസ് എന്ന് പറയും. പറയാം, ഐ ഹാവ് ബീൻ വാഷിംഗ് ദ യൂട്ടൻസിൽസ് ഫോർ 30 minutes. അപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് നിങ്ങൾ മനഃപൂർവ്വം മനസ്സിൽ പറയാം. ഇപ്പം നിങ്ങൾ അടിച്ചു വരാണെങ്കിലോ പറയാം സ്വീപ്പ് എന്ന് പറയുന്നത്. പറയാം സ്വീപ്പിംഗ്. യെസ്, ഐ ഹാവ് ബീൻ സ്വീപ്പിംഗ് ഫോർ 10 minutes. ഞാൻ 10 മിനിറ്റായിട്ട് എന്ത് ചെയ്യാണ്? അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഫോർ 45 minutes. ഇതുപോലെ നിങ്ങൾ മനഃപൂർവ്വം സെൻറ്റൻസ് പറയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് ഈ ഒരു സ്ട്രക്ചറൊക്കെ നന്നായിട്ട് മൈൻഡിൽ കയറുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരുപാട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയാണ്, എൻ്റെ ഫാദർ രാവിലെ മുതൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയാം, മൈ ഫാദർ ഹാസ് ബീൻ ആണ്. മൈ ഫാദർ ഹാസ് ബീൻ ഡ്രൈവിംഗ് ദ കാർ സിൻസ് മോർണിംഗ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഹാവിനെ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. ബീനെ കൊണ്ടുവരരുത്. അവിടെ നിന്നുണ്ട് ബീൻ അവിടെ നിന്നുണ്ട്. എന്ത് ചെയ്യുക? ഈ ബീനെ ഇവിടെ നിന്ന് പൊക്കിയിട്ട് എന്ത് ചെയ്യുക? സബ്ജക്റ്റിന് മുന്നേ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ സാധാരണ യുവിനോടല്ല ചോദിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഹാവിനെ ഇവിടുന്ന് പൊക്കിയെടുത്തു, വെള്ളം കണ്ടോ ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് ഹാവിനെ ഇവിടെ ചേർക്കാം. അപ്പോൾ എന്തായി? കണ്ടോ എന്ത് മനോഹരമാണ്. ഹാവ് യു ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി ഫോർ 10 years? നിങ്ങൾ 10 വർഷമായിട്ട് ഈ കമ്പനി വർക്ക് ചെയ്യുകയാണോ? ഹാവ് യു ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി ഫോർ 10 years? ആണോ? എന്താണ്? ഹാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ പറയണത്, അവൾ 2 മണിക്കൂറായിട്ട് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ഹാസ്ബീനിലെ ഹാസിനെ ജസ്റ്റ് പൊക്കുക. ഇയാളെവിടെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇയാളെവിടെ കൊണ്ടിടുക. ഇവിടെ കണ്ടോ, ഷീൻ്റെ മുന്നേ. അപ്പോൾ എന്തായി? എന്താണ്? ഹാസ് ഷീ ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ് ഫോർ 2 hours? അവൾ 2 മണിക്കൂറായിട്ട് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നായി. ക്ലിയർ? ഇനി ഈ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നത്? അതാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ. എന്താ പറയുക?
ഹൗ ലോങ് ചേർക്കുക. ഹൗ ലോങ് എത്ര സമയമായിട്ട് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് എന്ന് പറയും. ഓക്കെ, എത്ര കാലമായിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു? ഹൗ ലോങ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാവ് യു ബീൻ. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി? അപ്പോൾ നിങ്ങൾ പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദിസ് കമ്പനി ഫോർ 10 years എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ചോദ്യമാണ്. ഹൗ ലോങ്. ഓക്കെ, ഹൗ ലോങ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ? ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു, നെഗറ്റീവും പഠിച്ചു, അതുപോലെ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിവൺ.